അഴിമതികൾ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഗുരുവായൂർ നഗരസഭ സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വഴി 64 കോടി രൂപ ചെലവിൽ 1484 വീടുകൾ ഗുരുവായൂർ നഗരസഭയും സർക്കാരും ചേർന്ന് നിർമ്മിച്ചു നൽകാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിഗംഭീരമായിട്ട് നേരിടുകയും ഗുരുവായൂരിനെ ശുചിത്വമുള്ള ഒരു നഗരമാക്കി നിലനിർത്തുകയും ചെയ്യാൻ നേതൃത്വം കൊടുത്ത ശ്രീ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ നഗരസഭയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭയുടെ വികസന രേഖ മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേരളം നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഭാഷണം സംപ്രേഷണം ചെയ്തു. 1,12,00,000 രൂപയാണ് അവാർഡ് തുകയായി ഗുരുവായൂർ നഗരസഭ നേടിയത്. ഇന്ത്യയിൽ വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് എത്താൻ സാധിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിനോദ് കുമാർ, AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, TT ശിവദാസൻ, GK പ്രകാശൻ എന്നിവർ സംസാരിച്ചു.